ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കൊണ്ടുള്ള രുചികരമായ ഒരു പായസമാണ്. പാലും കണ്ടൻസ്ഡ് മിൽക്കും ചവ്വരിയും ക്യാരറ്റും കൂടി ചേരുമ്പോൾ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് കഴിച്ച് തന്നെ അറിയണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ക്യാരറ്റ് പായസം നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നതിന് ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പായസത്തിനകത്ത് ചേർക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് സാഗോ അല്ലെങ്കിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിലൊരു മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇങ്ങനെ കുതിർത്തെടുത്താൽ എളുപ്പം വെന്ത് കിട്ടും. നമുക്കിതൊരു മണിക്കൂറോ ഒന്ന് മാറ്റി വെക്കാം. ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് റൈസിൻസും കൂടെ നമുക്കൊന്ന് വറുത്തെടുത്ത് വെക്കാം. ഗോൾഡൻ കളറായ കാഷ്യൂനട്ട് നമുക്ക് കോരിയെടുക്കാം. റൈസിൻസും കൂടെ വറുത്തെടുക്കാം. ഇതും കോരിയെടുക്കാം. ഈ പാനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലെ പച്ചമണമൊക്കെ ഒന്ന് മാറിയെടുക്കുന്നതിനാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് തിളച്ച പാലിലിടുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെന്തോളൂ. ഈ ചവ്വരി ആവശ്യത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് കഴുകി ഒന്ന് വേവിച്ചെടുക്കാം. നേരത്തെ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഇത് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടണം. നമുക്ക് ഈ സമയത്തൊരു 1/4 കപ്പ് ബദാമും കൂടി ഒന്ന് പൊടിച്ച് വെക്കാം. ചവ്വരി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി പായസം ഉണ്ടാക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ക്യാരറ്റ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പായസത്തിന് അസാധ്യ രുചിയാണ്. നമ്മൾ കുടിക്കുന്നതോറും വീണ്ടും കുടിക്കാനായിട്ടുള്ള കൊതി വരുന്ന അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പായസത്തിന്. നല്ല പോലെ ചൂടായി പാലിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര നല്ലതുപോലെ കുറച്ചിരിക്കുകയാണ്. വെള്ളമൊന്നും ചേരാത്ത നല്ല കട്ടിക്കുള്ള പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പാല് തിളച്ച് വരാറായതിലേക്ക് നമുക്ക് ഈ വെന്ത സാഗോയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ വെന്തോളൂ. നമുക്ക് ഇളക്കി നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സാഗോ ചേർക്കുന്നുണ്ട് നല്ല പാല് നല്ല കുറുകി വരികയും ചെയ്യും. പായസത്തിന് നല്ലൊരു ടേസ്റ്റുമായിരിക്കും. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒത്തിരി വേവിക്കണ്ട, നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം. കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ അതൊന്ന് ഇളക്കിയെടുക്കാം. പായസം തണുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റുമായിരിക്കും. നല്ല ആവശ്യത്തിന് കുറുകുകയും ചെയ്യും. ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര കുറച്ചിരുന്നതാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാകും. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരുന്ന ബദാം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കാഷ്യൂനട്ടും റൈസിൻസും വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കാം. ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ നല്ലതുപോലെ കുറുകിയിരിക്കും.
ക്യാരറ്റ് മിൽക്ക് പായസം റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.